മോദി സർക്കാരിന് കീഴിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ രാജ്യം നേരിടുന്നത് കടുത്ത വെല്ലുവിളിയാണ്. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡർ സംഘടന പുറത്തുവിട്ട 180 രാജ്യങ്ങളുടെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനും പിന്നിലാണ് ഇന്ത്യ. സ്ഥാനം 151. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്ക് മേൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുകയെന്ന ഏതൊരു ഏകാധിപത്യ ഭരണത്തിന്റെയും സ്വഭാവം പോലെ ഇവിടെയും മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടാകുന്ന കടന്നാക്രമണം ചെറുതല്ല. ഇപ്പോൾ സ്വതന്ത്ര ഓൺലൈൻ മാധ്യമമായ ദ വയറിനെതിരെ വീണ്ടും രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുകയാണ് അസം പോലീസ്. സ്ഥാപക എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജനും മുതിർന്ന മാധ്യമപ്രവർത്തകൻ കരൺ ഥാപ്പറിനുമാണ് ഗുവാഹത്തി പോലീസ് സമൻസ് ലഭിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 22-ന് ഗുവാഹത്തി പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകണമെന്നാണ് രണ്ടുപേരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആഗസ്റ്റ് 14-ന് ദി വയർ ഓഫീസിലേക്ക് സമൻസ് എത്തി. കഴിഞ്ഞ ദിവസം കരൺ ഥാപ്പറിനും സമൻസ് ലഭിച്ചു. കേസിൽ FIR ഇട്ട തീയതിയോ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ ആ സമൻസിലില്ല. ഏതെങ്കിലും വാർത്തയുമായി ബന്ധപ്പെട്ടാണോ അതോ വീഡിയോയുമായി ബന്ധപ്പെട്ടാണോ അങ്ങനെയൊന്നും ആ സമൻസിലില്ല. ഇരുവരെയും അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, സഹകരിക്കണം എന്ന് മാത്രമാണ് അതിലുള്ളത്. രാജ്യത്ത് BJPയുടെ മാധ്യമവേട്ട ദിനം പ്രതി വർദ്ധിക്കുന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. ഇതിനു മുൻപും പല തരത്തിലും ഭരണകൂടത്തിന്റെ ജനദ്രോഹ നടപടികൾ ചൂണ്ടിക്കാട്ടിയ മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും മോദി സർക്കാർ വേട്ടയാടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ന്യൂസ് ക്ലിക്ക് എന്ന വെബ് പോർട്ടലിന്റെ സ്ഥാപകനും എഡിറ്ററുമായ പ്രബീർ പുർക്കായസ്ത ജയിൽ മോചിതനായത്. മോദി സർക്കാരിന്റെ അടിച്ചമർത്തൽ നയങ്ങൾ കൊണ്ട് മാധ്യമങ്ങളെ എന്നേക്കുമായി നിശബ്ദരാക്കാനാവില്ല എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയായിരുന്നു ഈ മോചനം. അന്നുണ്ടായ സുപ്രീം കോടതി ഉത്തരവ് ആശ്വാസം നൽകിയെങ്കിലും ഒരു വർഷത്തിനിപ്പുറം FIR ഇട്ട തീയതി പോലുമില്ലാതെ കേസിന്റെ മറ്റൊരു വിവരങ്ങളും വിശദീകരിക്കാതെ ഒരു സമൻസ് 2 പ്രമുഖ മാധ്യമ പ്രവർത്തകർക്ക് എത്തുമ്പോൾ ജനാധിപത്യത്തിന്റെ 4ാം തൂൺ ഇന്ത്യയിൽ ഇന്നും സുരക്ഷിതമല്ലെന്ന വാർത്ത തന്നെയാണ് പങ്കുവെക്കപ്പെടുന്നത്. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡർ സംഘടനയുടെ റിപ്പോർട്ടിൽ മാധ്യമ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ, മാധ്യമങ്ങളുടെ രാഷ്ട്രീയ ചായ്വുകൾ, മീഡിയ കുത്തകവൽക്കരണം ഇവയെക്കുറിച്ചെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. നരേന്ദ്രമോദി അധികാരമേറ്റ 2014 മുതലുള്ള കാലയളവിൽ ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം പ്രതിസന്ധിയിലാണെന്നും ആ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭരണകൂടം നിയമത്തെ മാധ്യമവേട്ടയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് സാരം. രാജ്യദ്രോഹം, UAPA നിയമം തുടങ്ങിയവ സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ നിരന്തരം പ്രയോഗിക്കുകയാണിവിടെ. ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന ദി വയർ വാർത്തയ്ക്കെതിരെ നേരത്തെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരുന്നു. എന്നാൽ സിദ്ധാർത്ഥ് വരദരാജൻ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലവും മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതുമായ വിധി ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ ഇത്തരമൊരു വിധി വന്ന ദിവസങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ വീണ്ടും പുതിയ രാജ്യദ്രോഹ കേസുമായി പോലീസ് എത്തിയിരിക്കുന്നത്.